നമസ്കാരം. ഇന്ന് നമ്മുടെ 66-ാമത്തെ എപ്പിസോഡാണ് ഇത്. കാരണം ഞാൻ അടുപ്പിച്ച് 3 ദിവസം ടൈം ഗ്യാപ്പ് നോക്കാതെ കുറേ എപ്പിസോഡുകൾ ഇട്ടിരുന്നു. പക്ഷേ എന്നാലും ഞാൻ ഇന്ന് ഈ എപ്പിസോഡ് ചെയ്യുന്നത് നമ്മുടെ പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധത്തെക്കുറിച്ച്, അതിൻ്റെ അനന്തരമായ സംഭവത്തെക്കുറിച്ചാണ്. ഇപ്പം ഈ 2 കപ്പലുകൾ തീ പിടിച്ചതിൻ്റെ ആ വിഷയത്തിൽ ചില സംഭവങ്ങളൊക്കെ എനിക്ക് തോന്നുന്നതാണത്. ചിലരായിട്ട് സംസാരിക്കുകയും ചെയ്തു, സുഹൃത്തുക്കളൊക്കെ ആയിട്ട്. ഇതിപ്പോൾ നിലവിൽ നമ്മളുടെ ഈ പഹൽഗാം സംഭവത്തിൻ്റെ അതേ സമയത്ത് അതിന് മുമ്പോ ഈ ഇത്രയും വലിയ വിഷമായിട്ട് ഈ കപ്പലുകൾ ഇവിടെ അടുത്തിരുന്നു. കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കടലിനോട് ഏറ്റവും വിശാലമായ കടലിനോട് അടുത്ത് കിടക്കുന്ന തുറമുഖം. നമ്മളൊരു പുതിയ തുറമുഖം വന്നു, ലോക വ്യാപാരം ഇന്ത്യയിലേക്ക് വന്നു. ആ സമയത്ത് അവർ അതിന് മുമ്പേ ചെയ്തു വെച്ചിരുന്നത് ഇന്ത്യ ഒരു സൈഡിൽ നിന്ന്, അതായത് കാശ്മീർ സൈഡിൽ നിന്ന് ആക്രമിക്കുക, അങ്ങനെയൊക്കെ ഇത് ചെയ്യാമെന്നൊക്കെയാണ്. പിന്നെ ഇവിടെ ഈ സമയത്ത് ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടാക്കി സമുദ്രങ്ങൾ, നമ്മുടെ അതിർത്തി സമുദ്രങ്ങളൊക്കെ മലിനമാക്കാൻ വേണ്ടി ഇത്രയും വിഷങ്ങൾ. ഇത് എന്തിനു കൊണ്ടുപോയി, ആർക്ക് കൊണ്ടുപോയി, ഇത് എത്ര ദിവസം മുമ്പ് പോകുന്നത്, ഇതൊക്കെ നിങ്ങളൊന്ന് ചിന്തിക്കുക. നിസ്സാരക്കാരനായ ഞാൻ പോലും എന്നെ പ്രതിരോധിക്കാൻ, അല്ലെങ്കിൽ ഈ രാജ്യത്തിനോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ്. ഞാൻ പണ്ട് ലോകം ഒന്നാണെന്ന് വിചാരിച്ചിരുന്ന ആളാണ്. ഞാനങ്ങനെയല്ല. ഞാനിപ്പോൾ ഇന്ത്യക്കാരനായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്, പക്ക ഇന്ത്യക്കാരനായിട്ട്. ഇന്ത്യ അതുകൊണ്ട് തന്നെ ഞാൻ ഡൈവേഴ്സിലൊക്കെയാണ്. പക്ഷേ അതെൻ്റെ എനിക്ക് ഇൻഡസ്ട്രിയിൽ എനിക്ക് മുന്നേറാൻ സാധിച്ചത് അതുകൊണ്ടാണ്. കാരണം ഒറ്റയാനെന്നുള്ള, അതുപോലെ തന്നെ ഒരു ഒറ്റയാനെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് സഹായിക്കുകയാണ്. ഒരു ഇന്ത്യക്കൊരു നാഥനുണ്ട്. അദ്ദേഹം എത്രമാത്രം ഊണും ഉറക്കമില്ലാതെ അപ്പോൾ ഇന്ത്യയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിന്തയുടെ ഫലമാണ് നമ്മളൊക്കെ ഇവിടെ കിടന്നുറങ്ങുന്നത്. അപ്പം പഹൽഗാം അവിടെ അത്രയും പേരെ കൊന്നു കഴിഞ്ഞപ്പോഴത്തേനും, പാകിസ്ഥാൻ്റെ തീവ്രവാദികൾ കൊന്നു കഴിഞ്ഞപ്പോഴേ ഞാൻ കരുതിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനന്ന് എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു, ഇത് അവർ മൊത്തം തോറ്റുപോകും. അവരും ചൈന കൂടുകയും ചെയ്യും, ചൈനയും തോറ്റുപോകും. കാരണം എങ്ങാണ്ട് 40 കൊല്ലമായിട്ട് അവർ യുദ്ധം ചെയ്തിട്ടില്ല. 50 കൊല്ലമായിട്ട് അവരുടെ ആയുധങ്ങൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് അവർക്ക് ലോകത്തിന് മനസ്സിലാവും. ഇന്ത്യയുടെ ആയുധശക്തി പരീക്ഷിക്കാനുള്ള ഒരു അവസരമാണ്. കാരണം നമ്മൾ പരീക്ഷിച്ച് നോക്കിയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അങ്ങനെയാണെന്ന് ഞാൻ അന്നേ വിലയിരുത്തി. കാരണം ഇന്ത്യ എങ്ങനെ നമ്മുടെ ശക്തി ഒന്ന് പരീക്ഷിക്കണം. കാരണം ഒരു വലിയ അത് ലോകത്തെ ഞെട്ടിച്ച് കളഞ്ഞു. അല്ലാതെ പാകിസ്ഥാൻ്റെ ഈ മുട്ടുസൂചിയും കൊണ്ടുള്ള പുറകിൽ നിന്നുള്ള ചന്തിക്കെട്ടുള്ള കുത്തൊന്നുമല്ല ഇത്. അത് തരണം ചെയ്യാമെങ്കിൽ ഇവിടെ ഈ ഇന്ത്യക്കെതിരെ നീങ്ങാനുള്ള ഈ കപ്പലിലെ ഈ തീപിടുത്തമൊക്കെ അതെങ്ങനെ ഉണ്ടായെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ എൻ്റെ വിശ്വാസം അതും പൂർണ്ണമായിട്ടും അത് തരണം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ അതിർത്തി സമുദ്രങ്ങളിലൊന്നും, ഇന്ത്യ മഹാസമുദ്രം ഒന്നിനും, അറബിക്കടലിനൊന്നും ഒരു ദോഷവും ഇല്ലാതെ നിലവിലത് തരണം ചെയ്യാൻ, അതായത് ഈ പഹൽഗാമിന് തിരിച്ചടിക്ക് വേണ്ടി എല്ലാവരും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഗീർവാണം അടിച്ചപ്പോൾ ഒരേ ഒരു മാധ്യമപ്രവർത്തകൻ മാത്രമേ പറഞ്ഞുള്ളൂ അത് ഇതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അതിൻ്റെ മെയിൻ ആളെ തീർക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അതിനുള്ള ഇതാണ്. അപ്പോൾ അത്രയും ബുദ്ധിപൂർവ്വമായിട്ട് ചിന്തിക്കുന്ന ഇതും തരണം ചെയ്യാൻ പറ്റും. അതിനാണ് ഈ 3-4 ദിവസമായിട്ട് വെയിറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി അതങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞ് മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരൊന്നും ഇന്ത്യൻ നേതൃത്വത്തെ, കാരണം ഇതിനകത്ത് കൊള്ളാവുന്ന ഒരു പ്രതിപക്ഷമായിക്കോട്ടെ, മറ്റ് സംസ്ഥാന ഭരണമായിക്കോട്ടെ, ഒന്നും അവർ മിണ്ടാതിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ഇന്ത്യയെ സ്നേഹിക്കുന്നുണ്ട്. കാരണം എന്ത് ചെയ്യും ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നറിയാം. ഇന്ത്യൻ സൈന്യത്തിൻ്റെ വില ലോകത്തെ കിടുകിട പറപ്പിച്ചു. ഇനിയിപ്പോൾ എന്ത് ചെയ്തു? ചൈനയുടെ ആയുധങ്ങൾ വാങ്ങാതെ പലരും ഇന്ത്യയോട് വാങ്ങുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടാക്കി. ഇന്ത്യ അത്രയ്ക്ക്, കാരണം എന്ന് പറഞ്ഞാൽ മറ്റൊരു രാജ്യത്തിന് വേണ്ടി ഓരോരുത്തർ, അതായത് പല വിദേശ രാജ്യങ്ങളിലെ സയൻറ്റിസ്റ്റുകൾ അല്ലെങ്കിൽ ടെക്നീഷ്യന്മാർ ഇന്ത്യക്കാരാണ്. പക്ഷേ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വിളിച്ചുള്ള ഏറ്റവും നല്ല ബുദ്ധിയുള്ളവനെ, ഹ്യൂമൻ റിസോഴ്സസ് കൊണ്ടുപോയി ഇവിടുത്തെ ഡോക്ടർമാർ വരെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകും.
ആ പക്ഷേ ഇന്ത്യക്ക് വേണ്ടി കുറഞ്ഞ ശമ്പളമാണേലും അവർ എന്താ ഞാൻ പറയുന്ന എന്നെപ്പോലെ ഒരു ഒറ്റയാനെന്ന് പറയുന്ന പോലെ തന്നെ അതിൻ്റെ ധൈര്യം ഭയങ്കരമാണ്. ഞാൻ പോലും എനിക്ക് എന്തെങ്കിലും പ്രതിരോധം ഉണ്ടാകുമെന്ന് കരുതി ഞാൻ ചില സമയങ്ങളിൽ ബട്ടൺസിൽ പോലും ഈ ക്യാമറ പിടിപ്പിച്ച് ഞാൻ പോകും. എൻ്റെ പേനയിൽ അത് കാണും. അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിരുന്നുണ്ട്. അപ്പം ഒരു ഇന്ത്യയെ പ്രതിരോധിക്കാൻ എന്തൊക്കെയായിരിക്കും ഇന്ത്യയെ പോലെ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയിൽ എന്തെങ്കിലും ചെയ്യുന്ന ഒരാൾ ശമ്പളത്തിനോ സുഖജീവിതത്തിനൊന്നും വേണ്ടിയല്ല. അവർ ഇന്ത്യയെ എങ്ങനെ സംരക്ഷിക്കാം, ഇന്ത്യൻ ജനതയെ കൂടപ്പിറപ്പുകളെ മക്കളെപ്പോലെ അമ്മയെപ്പോലെ കരുതുന്നവരാണ്. അവർക്ക് അവരുടെ ബുദ്ധിയുടെ 1% നമ്മുടെ ബുദ്ധിയുടെ തലച്ചോറിൻ്റെ അളവിൻ്റെ 30% പോലും നമ്മളൊരു ആയുസ്സിൽ ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഇത് അതിനേക്കാൾ കൂടുതൽ 1% കൂടെ കിട്ടിയാൽ എന്ത് ചെയ്യാം എന്ന് ചിന്തിക്കുന്ന അത്ര കൂറും നന്ദിയുള്ള ഇന്ത്യക്കാരാണ് ഇന്ത്യക്കാർക്ക് വേണ്ടി ശ്രമിക്കുന്നത്. ഞാൻ പ്രതിപക്ഷമൊന്നും എതിർത്തിട്ട് കാര്യം ആരും എതിർക്കുന്നൊന്നുമില്ല. കുറച്ച് പേര് ഇനി അതായത് ഇന്ത്യക്കെതിരെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഇന്ത്യയിലെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് മനസ്സിലായി ഇനി ആയുസ്സിൽ സംസാരിക്കാനൊക്കില്ല. ഇപ്പം ഈ കപ്പൽ ഇവിടെ 2 ഇങ്ങനെ തീ പിടിക്കാൻ കാരണം എത്ര മാസത്തെ ആസൂത്രണമായിരുന്നു. അത് ഞാൻ സംശയിക്കുന്നതാണ് ഞാൻ. അപ്പം ഈ തുറമുഖം ഉണ്ടാക്കുന്ന ഗുണം ഇന്ത്യക്ക് അത് മാത്രമല്ല, ഇത് ഇത്രയും വിഷങ്ങൾ മാത്രം ഇത് കൊണ്ടുവന്ന് ഇങ്ങനെ അതിനെ പൂർണ്ണമായിട്ടും അതെങ്ങനെ തരണം ചെയ്യാം എന്നുള്ള ലോകം നടുങ്ങുന്ന രീതിയിൽ അതിനെ പ്രതിരോധിച്ചിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അത് എല്ലാവരും ഒന്ന് സൂക്ഷിച്ചിരിക്കുക. ഇപ്പോൾ ഇന്ത്യക്കെതിരെ ഒന്നും മനസ്സിൽ ചിന്തിക്കാൻ പോലും പേടിയായി തുടങ്ങി എല്ലാവർക്കും, ഇന്ത്യയിലുള്ളവർക്കും മറ്റുള്ളവർക്കുമൊക്കെ. ഇന്ത്യക്ക് ആയുധം പരീക്ഷിക്കാനുള്ള ഒരു അവസരം, അതായത് എങ്ങനെ ഇന്ത്യയുടെ ബുദ്ധി കാണിച്ചു കൊടുക്കാമെന്ന് ഉള്ളതാണ് അവിടെ ഉണ്ടായത്. അവർ വിചാരിച്ച പോലും നടന്നില്ല. പാകിസ്ഥാനെ പോലെ ചെറ്റകളും ചൈനയെ പോലെയുള്ള നാറികളും ഒന്നും, എനിക്ക് ഇത്രയും കടുത്ത വാക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന ആരും ഇന്ത്യക്കെതിരെ നിൽക്കേണ്ട. കാരണം ഇപ്പോൾ ഈ കപ്പലിൻ്റെ വിഷയം എനിക്ക് തോന്നുന്ന ഒരു 2-3 ദിവസം അതിനെക്കുറിച്ച് അത്രമാത്രം ബുദ്ധി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന്. അത് പ്രതിരോധിക്കുക തന്നെ ചെയ്യും. മാത്രമല്ല അവരിങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഓർക്കണം, ഇനി ഒരിക്കലും അതിവിടെ സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഇതിലെന്ത് ഡിഫക്റ്റ് ഈ കപ്പലൊക്കെ കത്തിയിൽ സംഭവിച്ചതും അവരിപ്പോൾ ചെയ്തത് അവരുടെ മണ്ടത്തരമാണ് വീണ്ടും. കാരണം ഇനി ഒരിക്കലും ഒരു അനധികൃതമായ ഒരു സാധനം പോലും ഒരു ഉപ്പ് പോലും ഇങ്ങോട്ട് കയറ്റി അയച്ചാൽ ആ ഉപ്പിൻ്റെ എല്ലാ സാമ്പിളുകളും എടുത്ത് നോക്കിയിട്ടൊക്കെ ഇങ്ങോട്ട് വരാക്കുള്ളൂ. കാരണം ഇനി ഒരിക്കലും, കാരണം ഇന്ത്യ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. ഇപ്പോഴേ ഇത് ചെയ്തത് നന്നായി. ഇനി എല്ലാവരും കൂടെ അങ്ങോട്ട് പണിയാൻ വരുമ്പോഴത്തേനും ഇങ്ങനെയൊക്കെ അതിന് മുമ്പ് ചെയ്യുമെന്ന് മനസ്സിലാക്കി കൊടുത്തു. ഈ പഹൽഗാമി ചെയ്ത് ഇന്ത്യ എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ഞടുക്കിക്കളയാൻ പറ്റിയ പോലെ ഇതും ഇപ്പോഴായത്. ഇത് നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവൊന്നും അല്ല കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഞാനൊരു 10 കൊല്ലമായുള്ളൂ ഇല്ലെങ്കിൽ ലോകം മൊത്തം ഒന്നായാലും എന്താ യുദ്ധത്തിന് സൈന്യത്തിൻ്റെ ആവശ്യമുണ്ടോ? പിന്നെ ഈ കാശ്മീരിൻ്റെ പ്രശ്നം അങ്ങോട്ട് വിട്ടുകൊടുത്താൽ പോലും അവസാനിപ്പിച്ചാൽ ഇന്ത്യയുടെ ഒരു 50% സമ്പത്ത് ഇന്ത്യക്ക് കിട്ടുമല്ലോ. പക്ഷേ അത് വിട്ടുകൊടുത്താൽ പോലും ഇവന്മാർ അടങ്ങിയിരിക്കുകയില്ല. അതൊക്കെ വേറെ കളികൾ, അതൊക്കെ ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് അവന്മാരുടെ വേറെ കളികളൊക്കെയാണ് അതൊക്കെ. അത് അവന്മാർക്കെല്ലാം മൊത്തം വിട്ടുകൊടുത്താലും അവന്മാരെ സംഭവിക്കുക. ചൈനയ്ക്കും അത് തന്നെ. എല്ലാവരും കിടുങ്ങിപ്പോയില്ലേ. ഇപ്പം ഈ കപ്പൽ ഇങ്ങനെ തീ പിടിച്ചൊക്കെ ഭയങ്കരമായ കളികളുണ്ട്. പക്ഷെ നോക്കിയാൽ ഒരു 3 ദിവസത്തിനോ അല്ലെങ്കിൽ 4 ദിവസത്തിനോ അതിൻ്റെ മൊത്തം ഡീറ്റെയിലും കളക്ട് ചെയ്ത് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കപ്പെടും. ഇന്ത്യ പൂർണ്ണമായി ശക്തമാകും. ഞാൻ ഒരു മാസം മുമ്പ് ചെയ്തതിൽ ലോകത്തെ 1-ാം നമ്പർ ശക്തി 6 കൊല്ലത്തിന് ശേഷം എത്തേണ്ട ഇന്ത്യ 2 കൊല്ലത്തിനോ 3 കൊല്ലത്തിനോ എത്തും. ആ ഒരു അവസ്ഥയിലാക്കും. അത് ഇങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യാൻ എനിക്ക് പെട്ടെന്ന് തന്നെ രാവിലെ വിളിച്ച് എറണാകുളത്ത് നിന്ന് പറഞ്ഞതാണ് കേട്ടോ. അത് വലിയൊരു മനുഷ്യൻ, ആ മനുഷ്യൻ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ പെട്ടെന്നൊരു എപ്പിസോഡ് ഇടുന്നത്. കാരണം എനിക്കും സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കടലിലെ കലങ്ങിയുള്ള അവസ്ഥകളൊക്കെ. കാരണം മനുഷ്യനെക്കുറിച്ച് മാത്രമല്ല, അതിനകത്ത് എന്തൊക്കെ ജീവികൾ, എന്തൊക്കെ മത്സ്യങ്ങളൊക്കെ ജീവിക്കുന്നു, എല്ലാം കൊന്നു നശിപ്പിക്കാൻ നോക്കുന്ന ഒരു വൃത്തികെട്ട അയൽ രാജ്യങ്ങൾ. ഇനി ഒന്നും നടക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ നടത്താൻ ഞങ്ങൾ ഇന്ത്യക്കാർ സമ്മതിക്കില്ല. നന്ദി, നമസ്കാരം.